ധാരണയുള്ള ധാരാളം ആളുകളുടെ പ്രദേശമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട കാരണവർമാർ യുവാക്കളോട് പറയാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ മാസം നടക്കാനിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത നമ്മളോട് പറയുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ എഴുതി വെച്ചോളൂ, ഒരു തർക്കമല്ല. LDF-ഉം UDF-ഉം ഇതുപോലെ ഇനി പരസ്പരം പോരടിച്ചുകൊണ്ട് BJP വരാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ വേറിട്ട് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും ആവർത്തിച്ചതുപോലെ കേരളത്തിൽ 30ഓളം നിയമസഭകളിൽ BJP അധികാരത്തിൽ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇത് SDP-ക്കാരുടെ ഒരു പൊതുസമ്മേളനത്തിൽ പറയുന്ന കേവലം ഒരു പ്രസ്താവനയായിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഗണിക്കരുത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തു വെച്ചോ. നമ്മുടെ രാജ്യത്ത് ആരാണ് BJP-യെ വളർത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ BJP കിട്ടിയ വാർഡുകളൊന്ന് പരിശോധിച്ച് നോക്കുകയും അവിടെ മാത്രം മതി BJP ഇവരെ ഒന്നിച്ചു നിന്നാൽ. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം BJP വരുന്നു പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതാണ് SIR എന്ന് പറയുന്ന സാധനം. SIR-നെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ SIR ചർച്ചയായത്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനത്തിൽ ബീഹാർ മോഡൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്താൻ പോവുകയാണ്. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരുന്നു നമ്മളെല്ലാവരും. SIR-നെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ആദ്യം കൃത്യമായി യാതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യം നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചാൽ മതി. SIR നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട ചില പ്രസ്താവനകളല്ലാതെ SIR-ന്റെ അപകടത്തെക്കുറിച്ച് പറയുന്ന ഒരു പത്രസമ്മേളനവും നടത്താൻ ഇവിടെയുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിക്കാരനും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ SIR-നെ കുറിച്ച് SIR കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തി പ്രസ്താവിച്ച ഒരാഴ്ചകൾക്കകം തന്നെ SDP-യുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലും കൊടുക്കാൻ വേണ്ടി പ്രവർത്തകരെ ഏൽപ്പിച്ചു. ആ ലഘുലേഖയിൽ ഞങ്ങൾ പറഞ്ഞത്, ഈ SIR-ന്റെ പേരിൽ ഒരു പൗരന്റെയും പൗരത്വത്തെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യം SDP അടക്കമുള്ള ഈ രാജ്യത്തെ പ്രബുദ്ധരായ നേതൃത്വങ്ങൾ, പിന്നാക്ക ജനവിഭാഗത്തെ നേതൃത്വം കൊടുക്കുന്ന നേതൃത്വങ്ങൾ ഉറപ്പുവരുത്തും. SDP ആ വിഷയത്തിൽ മുമ്പിലുണ്ടാവുമെന്ന് ഞങ്ങൾ പറഞ്ഞു. SIR-ന്റെ ഓരോ അപകടത്തെക്കുറിച്ചും ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ നോട്ടീസുമായിട്ട് പോകുമ്പോ നമ്മുടെ നാട്ടിലെ BLO-മാര് എന്യൂമറേഷൻ ഫോം വീട്ടുകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടുകളിലേക്ക് എന്യൂമറേഷൻ അപ്ലിക്കേഷൻ ഫോമുമായി നമ്മുടെ നാട്ടിലെ BLO-മാര്, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വീട് സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടുകാരെ കണ്ട് SIR എന്താണ്, അതിന്റെ അപകടം എന്താണ്, അത് പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ്, അതുമായി മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള വിശദാംശങ്ങൾ മുഴുവൻ ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ ചർച്ച ചെയ്തു, ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ SIR ഉണ്ടാക്കാൻ പോകുന്ന അപകടമാണ് ഈ നിയമസഭയിൽ BJP വരുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ തന്നെ നമ്മുടെ കരട് വോട്ടർ പട്ടിക വന്നല്ലോ. ആ കരട് വോട്ടർ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കൂ. മിക്കവാറും നമ്മളുടെ ബൂത്തുകളിൽ നിന്ന്, ഓരോ ബൂത്തിൽ നിന്നും 100ഉം 150ഉം വോട്ടുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷണർ ഒരു സ്വകാര്യ ചാനലിൽ വന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വലിയ ചതിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. 2002 വോട്ടർ പട്ടികയിലെ മാതാപിതാക്കളുടെയും വെല്ലിമ്മയുടെയും വെല്ലിപ്പയുടെയും, മാതാപിതാക്കളെ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, വെല്ലിപ്പാന്റെയും വെല്ലിമ്മയുടെയും ഉണ്ടായാൽ മതി, അവരുടേത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയാണ്, നിങ്ങളുടെ അടുത്ത ഒരു ബന്ധുവിന്റെ പേരുണ്ടായാൽ മതി,
നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന വോട്ടർ